വ്യാപാരത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. KSUവിന്റെ പേര് കഞ്ചാവ് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് മാറ്റണമെന്ന് എം നൌഷാദ് പരിഹസിച്ചപ്പോൾ കേസുകളിൽ പ്രതിസ്ഥാനത്ത് SFI ആണെന്നായിരുന്നു PK ബഷീറിന്റെ ആക്ഷേപം. സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെയല്ല പ്രശ്നത്തെ സമീപിക്കേണ്ടത് എന്നായിരുന്നു എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ മറുപടി. എക്സൈസ് വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിലാണ് ലഹരി വ്യാപനം സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ നുരഞ്ഞു പൊന്തിയത്. പ്രതിപക്ഷത്തു നിന്ന് ചർച്ച തുടങ്ങിവെച്ച അൻവർ സാദത്താണ് സർക്കാരിനെതിരെ മുനകൂർപ്പിച്ചത്. PK ബഷീറിലെത്തിയപ്പോൾ വീര്യം കൂടി. വശത്ത് റാഗിങ്, മറുവശത്ത് മയക്കുമരുന്ന്, കഞ്ചാവ്, കള്ള്, പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാനത് പറയുന്നില്ല. ഭരണപക്ഷത്തു നിന്ന് രാഷ്ട്രീയ വിമർശനമുയർന്നെങ്കിലും എം നൌഷാദാണ് ആക്രമണം കടുപ്പിച്ചത്. യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരിൽ നിന്നുമാണ് വിപുലമായ തരത്തിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് മാറ്റി കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയനായി KSU മാറി. ഒരേ സമയം ലഹരി വ്യാപനത്തിനെതിരെയും ബ്രൂവറിക്ക് വേണ്ടിയും സംസാരിക്കുന്ന എക്സൈസ് മന്ത്രി കുമ്പിടിയാണോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചോദ്യം. ഏതെങ്കിലും സ്കൂളുകളിൽ അങ്ങേ വിമുക്തിയുടെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അങ്ങ് സ്കൂളിലെ കുട്ടികളോട് പോയിട്ട് പറയണം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങ് കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തു പറയും സാർ? ലഹരി വ്യാപനത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് പകരം ചർച്ചയിൽ രാഷ്ട്രീയം കലർത്തിയതിനോട് മന്ത്രി MB രാജേഷ് വിയോജിച്ചു. വാചകമേളയിൽ പോര് വരാനാണ് ഈ വിധം സംസാരിക്കുന്നത് എന്നായിരുന്നു രാജേഷിന്റെ പരിഹാസം. ഈ സാമൂഹിക വിപത്തിനെ പോയിന്റ് സ്കോർ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാക്കിയിട്ട് ഉപയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ള, വിവേകമുള്ള ആർക്കെങ്കിലും കഴിയും. 24 തിരുവനന്തപുരം.